സുഗമോദേവി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അരുന്ധതി ചെക്കപ്പിനായിട്ട് കൊണ്ടുപോകുന്നത് നന്ദനാണ്. പോകുന്ന വഴി നന്ദൻ പറയുന്നുണ്ട് അരുന്ധതിയോട്, ഞാനും ദേവികയും എന്നേക്കുമായിട്ട് വേർപിരിയുമെന്ന് തോന്നുന്നു. അതിന് കാരണക്കാരി മേഡമാണെന്ന് പറയുമ്പോൾ നന്ദൻ എന്റെ വീട് വരെ ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. എന്റെ മോനെ നേരിട്ടൊന്നും കാണണമെന്നും പറയുന്നു. അങ്ങനെ നന്ദനാണെങ്കിൽ മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ട് അരുന്ധതിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് അവനെ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കുന്നു. അതായത് ഋഷി ഒന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ കിടപ്പിലാണെന്നും അവനെ കുറച്ചെങ്കിലും പരിപാലിച്ചതും ഒരു സഹോദരനെ പോലെ ചേർത്ത് പിടിച്ചതൊക്കെ തന്നെ ദേവികയാണെന്നും അവള് എനിക്ക് എന്റെ മനസ്സിൽ ദൈവമാണെന്നും ഒരിക്കലും ദേവികയെ തെറ്റിദ്ധരിക്കരുത്, അവൾ ശരിക്കും നിനക്ക് കിട്ടിയ ഭാഗ്യമാണെന്നൊക്കെ നന്ദനോട് പറയുന്നുണ്ട്. അങ്ങനെ നന്ദൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ദേവിക ഇതൊന്നും എന്നോട് പറയാതിരുന്നത്? ഞാൻ പറഞ്ഞിരുന്നു എന്റെ മോനെ കുറിച്ച് മറ്റാരും അറിയരുതെന്ന്. അവളത് താലിൽ തൊട്ട് സത്യം ചെയ്തു തന്നു. അതുകൊണ്ടാണ് നന്ദനോട് ഇത്രയും കാലം ഒന്നും പറയാതിരുന്നെന്നൊക്കെ പറയുമ്പോൾ നന്ദനാണെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ വെച്ച് കണക്ട് ചെയ്ത് നോക്കുന്നുണ്ട്. അങ്ങനെ അരുന്ധതിയാണെങ്കിൽ നന്ദനുമായിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയാണ്. ദേവികയുടെ നിരപരാധിത്വം നന്ദന് നന്നായി തന്നെ മനസ്സിലാവുന്നുണ്ട്. പിന്നീട് പെട്ടെന്ന് തന്നെ അരുന്ധതി ദേവികയെ വിളിച്ച് കാണണമെന്ന് പറയുകയാണ്. അരുന്ധതിയുടെ വീട്ടിലേക്ക് ദേവിക വരുന്നുണ്ട്. എന്നിട്ട് അവരൊരു ഡ്രാമ ചെയ്യുകയാണ്. അതായത് നന്ദന് നിന്നെ വേണ്ട എന്നും എന്നേക്കുമായിട്ട് നിന്നെ ഉപേക്ഷിക്കാൻ പോവുകയാണെന്നും ഡിവോഴ്സ് പേപ്പർ എത്രയും പെട്ടെന്ന് അയക്കുമെന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് ദേവികയാണെങ്കിൽ ചങ്ക് പൊട്ടി അങ്ങനെ കരയുകയാണ്. അവൾക്കാണെങ്കിൽ അത് സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ദേവിക കരയുന്നതൊക്കെ തന്നെ ഒളിഞ്ഞു നിന്ന് നന്ദനാണെങ്കിൽ കേൾക്കുന്നുണ്ട്. ദേവിക പറയുകയാണ്, അങ്ങനെ ഡിവോഴ്സ് നോട്ടീസ് അയക്കേണ്ട, ഈ താലി നന്ദനാണ് എന്റെ കഴുത്തിൽ കിട്ടിയത്, നന്ദു തന്നെ അത് പൊട്ടിച്ചെടുത്തോട്ടെ എന്നൊക്കെ പറഞ്ഞ് അവളാണെങ്കിൽ പൊട്ടിക്കരയുന്ന സമയത്താണ് നന്ദനെ കാണുന്നത്. പെട്ടെന്ന് തന്നെ നന്ദു, നിനക്ക് ഡിവോഴ്സ് നോട്ടീസ് അയക്കണോ? ഈ താലി ഇപ്പൊ തന്നെ പൊട്ടിച്ചു എന്ന് പറയുമ്പോൾ, ഈ താലി ഞാനാണ് കിട്ടിയതെങ്കിൽ അത് ആരെ കൊണ്ടും പൊട്ടിക്കാനായിട്ട് കഴിയില്ല ദേവികെ. നീ എന്റെ പെണ്ണാണ്, നിന്നെ ഒരിക്കലും ഞാൻ കൈവിടില്ല. നിനക്ക് എന്തുകൊണ്ട് സത്യങ്ങളൊക്കെ എന്നോട് തുറന്നു പറഞ്ഞുകൂടാ? മേഡം എല്ലാം എന്നോട് പറഞ്ഞു. ഇനി ഒരിക്കലും ഞാൻ നിന്നെ തെറ്റിദ്ധരിക്കില്ല. എന്റെ ദേവിക നല്ലവളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറഞ്ഞ് നന്ദു ആണെങ്കിൽ ചേർത്ത് പിടിക്കുകയാണ്. എന്തായാലും അവർക്ക് കുറച്ച് പ്രൈവസി കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് അരുന്ധതി പോകുന്നുണ്ട്. ഋഷിയുടെ റൂമിലേക്കാണ് പോകുന്നത്. അങ്ങനെ CP വിളിച്ചാൽ ഞെട്ടിക്കുന്ന കാര്യം പറയുന്നു പ്രഭാവതി. അതായത് ദേവികയ്ക്കെതിരെ KDF-ൽ മത്സരിക്കാനായിട്ട് പോകുന്നത് പ്രഭാവതിയാണെന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത ഇപ്പോൾ ലൈവിൽ പോയിക്കൊണ്ടിരിക്കുന്നെന്ന് പറയുമ്പോൾ അവർ ആ TV വെക്കുമ്പോൾ നന്ദനും ദേവികയും എല്ലാവരും ഒരേപോലെ ഷോക്കാവുന്നു. അമ്മായിയമ്മയും മരുമോളും അതൊരിക്കലും നടക്കാൻ പറ്റാത്ത കാര്യമാണെന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ട്. എന്തായാലും ബലരാമനും പാർട്ടി നേതാവ് അടക്കം എല്ലാവരും സിദ്ധാർത്ഥനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. സിദ്ധാർത്ഥനും കൂടി അറിഞ്ഞുള്ള കളിയാണെന്ന് അങ്ങനെ പറയുന്നു. അങ്ങനെ അരുന്ധതിക്കാണെങ്കിൽ ഇത് സഹിക്കാനായിട്ട് കഴിയുന്നില്ല. കാരണം പ്രഭാവതി തന്നെ തോൽപ്പിക്കാൻ തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ള സത്യം അരുന്ധതി മനസ്സിലാക്കുന്നുണ്ട്. പിന്നീട് നന്ദൻ പറയാണ്, ഒരിക്കലും അമ്മ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ദേവികയെ വീട്ടിൽ കൊണ്ടാക്കുകയാണ്. അങ്ങനെ ദേവികയും നന്ദനും ഒരുമിച്ച് വരുന്നത് കാണുമ്പോൾ രാധികയ്ക്കും ശാരികയ്ക്കും അച്ഛനും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ദേവിക പറയുകയാണ്, എന്റെ ജീവിതം തിരിച്ചു കിട്ടി, ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറാനായിട്ട് പോവുകയാണ്. വാർത്ത എല്ലാവരും കണ്ടത് അമ്മായിയമ്മയും മരുമോളും തമ്മിലടിച്ച് അങ്ങനെ മത്സരിക്കണ്ട എന്നൊക്കെ ദേവിക തീരുമാനിക്കുകയാണ്. എന്തായാലും നന്ദനും ദേവികയും ഒന്നായതിലാണ് ശാരികയ്ക്കും രാധികയ്ക്കും എല്ലാവർക്കും ഒത്തിരി സന്തോഷമായിരിക്കുന്നത്. അങ്ങനെ ഗിരീഷിന്റെ വീട്ടിലേക്കാണ് നന്ദൻ നേരെ പോകുന്നത്. പോയിട്ട് പറയുന്നത്, ഗിരിയേട്ട ഒരിക്കലും അമ്മ മത്സരിക്കാൻ നിൽക്കരുത് എന്നൊക്കെ പറയുമ്പോൾ, ഇന്നലെ വരെ നീ ഇതൊന്നല്ലല്ലോ പറഞ്ഞത്, ദേവികയ്ക്ക് പുല്ല് വിലയായിരുന്നല്ലേ നീ കൽപ്പിച്ചിരുന്നെന്നൊക്കെ ചോദിക്കുമ്പോൾ, അതൊക്കെ ഞാൻ പിന്നീട് പറയാം, ഇപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് അമ്മയെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കണം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഈ സമയം പ്രഭാവതിയാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അവിടേക്ക് ഭാർഗവിയും ഗൗരിയും വരുന്നുണ്ട്. ഭാർഗവി ചോദിക്കുകയാണ്, ഇതൊക്കെ ശരിയാണോ പ്രഭകുഞ്ഞെ എന്ന്? എന്ത് ശരി തെറ്റ്? ഞാനാണ് ഇനി KDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോകുന്നത്, പ്രൊഫസർ പ്രഭാവതി. ഇനി ദേവികയ്ക്കെതിരെ ജയിച്ചിട്ടേ കാര്യമുള്ളൂ, വിശ്രമമുള്ളൂ. ഞാൻ വിജയിച്ചു എന്നുള്ള വാർത്ത കേൾക്കുന്നത് വരെ പ്രഭാവതി അടങ്ങിയിരിക്കില്ല എന്നൊക്കെ പറയുകയാണ്. എന്തായാലും പ്രഭയ്ക്കെതിരെ എല്ലാവരും തിരിഞ്ഞ നിമിഷമാണ്. അങ്ങനെ അരുന്ധതിയാണെങ്കിൽ പ്രഭയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. എന്നിട്ട് ന്യൂസ് കണ്ടിരുന്നു, നീ ഇത് എന്ത് ഭാവിച്ചാണെന്നൊക്കെ പ്രഭാവതിയോട് ചോദിക്കുമ്പോൾ, എന്ത് ഭാവിച്ച്? ന്യൂസിൽ പറഞ്ഞതുപോലെ തന്നെ അമ്മായിയമ്മയും മരുമോളും നേർക്കുനേർ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾക്കൊക്കെ എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അത് ചെയ്തേക്കെന്ന് പറയുമ്പോൾ, മര്യാദയ്ക്ക് ഇതിൽ നിന്നും പിന്മാറുന്നതായിരിക്കും നല്ലതെന്ന് അരുന്ധതി പറയുന്നുണ്ട്. മാറിയില്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യുമെന്ന് പ്രഭാവതിയും. പിന്നെ ഈ രാമപുരം ഇനി KDF കോട്ടയായി മാറും. ഈ പ്രഭാവതിയായിരിക്കും അതിലെ റാണി. എല്ലാവരും എനിക്കെതിരെ ഉണ്ടെങ്കിലും ഈ പ്രഭാവതി ജയിച്ചിരിക്കും, ഇതെന്റെ വാക്കാണെന്നൊക്കെ പറഞ്ഞ് അരുന്ധതിയെ ചൊടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നിനക്കൊരിക്കലും ജയിക്കാൻ കഴിയില്ല എന്ന് അരുന്ധതിയാണെങ്കിൽ തറപ്പിച്ച് പറയുന്നു. നമുക്ക് കാണാമെന്ന് പറഞ്ഞ് പരസ്പരം രണ്ടാളും വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഭാർഗവി ആണെങ്കിൽ പറയുന്നുണ്ട്, പ്രഭകുഞ്ഞെ ഇതൊക്കെ വേണോ? ഇതൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുമ്പോൾ, എന്തോ ഒഴിവാക്കാൻ? എന്റെ തീരുമാനത്തിൽ എതിരായിട്ട് ആരൊന്നും പറയുന്നത് എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറയുന്നു. സിദ്ധാർത്ഥൻ സാർ അറിഞ്ഞാൽ എന്തായിരിക്കും? സിദ്ധു അറിഞ്ഞാൽ എന്ത്?
അങ്ങനെ സിദ്ധാർത്ഥനാണെങ്കിൽ ആകെ ദേഷ്യത്തോട് കൂടിയിട്ട് അവിടേക്ക് പാഞ്ഞെത്തുന്നുണ്ട്. രജനിയും എല്ലാവരും വരികയാണ്. അങ്ങനെ സിദ്ധാർത്ഥൻ വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് പ്രഭയോട് ചോദിക്കുന്നുണ്ട്, നീ ഇതെന്തുദ്ദേശിച്ചിട്ടാണെന്ന്. എന്തുദ്ദേശം? എനിക്ക് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും. ദേവികയെ നിർത്തിയിരിക്കുന്നത് ഞാനാണ്. എന്നെ ധിക്കരിച്ചിട്ടും എന്നെ അപമാനിച്ചിട്ടും നിനക്ക് എന്ത് സ്ഥാനാർത്ഥിത്വം വേണ്ടെന്നൊക്കെ ചോദിക്കണം. എന്തൊക്കെ പറഞ്ഞാലും ദേവിക എന്നെ ധിക്കരിച്ച് നടക്കുന്നില്ലേ, അതുപോലെ തന്നെ ഞാൻ അവളെയും ധിക്കരിക്കുന്നു. പിന്നെ സിദ്ധുവിന് എന്നെ പിന്തുണയ്ക്കാൻ പറ്റുമെങ്കിൽ ചെയ്യേ, അല്ലെങ്കിൽ വേണ്ടെന്നൊക്കെ പറഞ്ഞ് പ്രഭാവതിയാണെങ്കിൽ ധിക്കരിക്കുമ്പോൾ മര്യാദയ്ക്ക് നീ ഞാൻ പറയുന്നത് കേൾക്കുന്നതായിരിക്കും നല്ലത്. ഇത് നമ്മുടെ കുടുംബത്തിന്റെയും കൂടി പ്രസ്റ്റീജ് ഇഷ്യൂ ആണെന്നൊക്കെ പറയുമ്പോൾ ഒരു ഇഷ്യൂ ഇല്ല, ഞാൻ എന്തായാലും മത്സരിക്കാൻ തീരുമാനിച്ചു സിദ്ധു എന്നൊക്കെ പറയണം. ഇപ്പൊ തന്നെ നീ പത്രസമ്മേളനം വിളിച്ച് സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു എന്ന് എല്ലാവരോടും പറയണമെന്ന് സിദ്ധാർത്ഥൻ ആവശ്യപ്പെടുമ്പോൾ പറ്റില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെ അങ്ങനെ നിൽക്കുന്നുണ്ട് പ്രഭാവതി. എന്തായാലും അമ്മായിയമ്മയും മരുമോളും നേർക്കുനേർ മത്സരിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി ദേവികയാണെങ്കിൽ തന്റെ സ്ഥാനാർത്ഥിത്വം വേണ്ട എന്ന് വയ്ക്കാൻ തീരുമാനിക്കുന്നുണ്ട്. അപ്പൊ കാത്തിരിക്കാൻ നമുക്ക് ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. ബൈ ബൈ.